യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ യുദ്ധത്തെ നേരിടുകയാണ് യുക്രൈൻ. റഷ്യ-യുക്രൈൻ യുദ്ധം 1000-ലധികം ദിവസങ്ങൾ പിന്നിട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വിനാശകരമായ യുദ്ധത്തിനാണ് യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. ഇരുഭാഗത്തും നിരവധി മനുഷ്യർ മരിച്ചിട്ടുണ്ട്. സാമ്പത്തിക വെല്ലുവിളികൾ ഇരു രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം കൂടുതൽ ആയുധങ്ങൾ നൽകി ലോകരാജ്യങ്ങൾ കൈയയച്ച് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പരമ്പരാഗത ആയുധങ്ങൾക്ക് പുറമെ നവീന നശീകരണ ആയുധങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുമോ എന്ന് ചർച്ചകളുണ്ട്. ആണവായുധങ്ങളെക്കുറിച്ചും ജൈവായുധങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഉയരുന്നുണ്ട്. ജൈവായുധങ്ങൾ ആണവായുധങ്ങളെക്കാൾ നശീകരണ ശേഷിയുള്ളവയാണെന്നും പല പ്രതിരോധ വിദഗ്ധരും ആശങ്കപ്പെടുന്നു. ഒരുപക്ഷെ ചരിത്രത്തിലെ ആദ്യത്തെ വൻകിട ജൈവാക്രമണം യുക്രൈനിൽ ആയിരിക്കാം നടന്നത്. ഈ പേടി തുടങ്ങുന്നത് ലോകത്തെ തന്നെ കിടുകിടാ വിറപ്പിച്ച മംഗോൾ സേന വീണപ്പോഴാണ്. ഇന്ന് ഫിയഡോസിയ എന്നറിയപ്പെടുന്ന കാഫ നഗരത്തിലായിരുന്നു ആ ആക്രമണമുണ്ടായത്. 14-ാം നൂറ്റാണ്ടിൽ ഇതിന് കാരണക്കാരായത് ലോകത്തെ തന്നെ കിടുകിടാ വിറപ്പിച്ച മംഗോൾ സേനയാണ്. യൂറോപ്പിലെമ്പാടും കറുത്ത മരണം എന്ന പേരിൽ പ്ലേഗ് ബാധ പടർന്നു പിടിക്കാൻ വഴിവെച്ചതിൽ കാഫയിലെ ഈ ജൈവായുധ ആക്രമണത്തിന് പങ്കുണ്ടാകാമെന്ന് ചരിത്രകാരന്മാർ സംശയിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട്. 1343-ൽ യുക്രൈനിലെ ക്രൈമിയയ്ക്ക് സമീപമായിരുന്നു കാഫ നഗരം. 1230-കളിൽ ഈ നഗരം മംഗോൾ സേനയുടെ അധീനതയിൽ വന്നിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇവിടം വലിയൊരു കച്ചവട കേന്ദ്രമായി ഉയർന്നു. ഇറ്റലിയിലെ ജനോവയിൽ നിന്നുള്ള കച്ചവടക്കാരെ ഇവിടെ തമ്പടിക്കാൻ മംഗോളുകൾ അനുവദിച്ചു. താമസിയാതെ അവർ നഗരത്തിൽ പ്രബലരാകുകയും ചെയ്തു. കാഫ കരിങ്കടൽ തീരത്തെ വലിയൊരു വ്യവസായ കേന്ദ്രമായി മാറി. വലിയൊരു അടിമച്ചന്തയും അവിടെ സ്ഥാപിക്കപ്പെട്ടു. മംഗോളുകൾക്കിത് ഗുണകരമായ കാര്യമായിരുന്നു. കാഫയിലെ വ്യാപാരികൾ വഴി ഇറ്റലിയിലേക്ക് കച്ചവടം നടത്താൻ അവസരമൊരുങ്ങിയിരുന്നു. എന്നാൽ ഇടയ്ക്ക് ഇവർ തമ്മിൽ ശത്രുത ഉടലെടുത്തു. നഗരത്തിന്റെ നിയന്ത്രണം തിരികെ തരാൻ മംഗോളുകൾ ആവശ്യപ്പെട്ടു. എന്നാൽ വ്യാപാരികൾ ഇതിന് വഴങ്ങിയില്ല. ഇതേ തുടർന്നാണ് മംഗോളുകൾ കാഫ നഗരം വളഞ്ഞത്. ചെങ്കിസ് ഖാന്റെ മകൻ ജോച്ചിയുടെ 6-ാം തലമുറയിൽപ്പെട്ട ജാനീബഗ് ആയിരുന്നു അന്ന് മംഗോളുകളുടെ നേതാവ്. വൻ യുദ്ധം നടന്നെങ്കിലും കാഫയിലെ വ്യാപാരികളും ശക്തരായിരുന്നു. അവർ തിരിച്ചും ആക്രമണം തുടങ്ങിയതോടെ മംഗോൾ സേന പിന്തിരിയുകയായിരുന്നു. 10,000-ത്തോളം മംഗോൾ പടയാളികൾ ആ യുദ്ധത്തിൽ മരിച്ചു വീണു. ജാനീബഗ് പകയോടെയാണ് തിരികെ പോയത്. 2 വർഷങ്ങൾക്ക് ശേഷം മംഗോളുകൾ വീണ്ടും കാഫ വളഞ്ഞു. എന്നാൽ കുറച്ചു വർഷങ്ങളായി മധ്യേഷ്യയിൽ വലിയ പ്ലേഗ് ബാധ ഉടലെടുത്തു. ബാക്ടീരിയ മൂലമുണ്ടായ ഈ പ്ലേഗ് മൂലം ഒട്ടേറെ പേർ അന്ന് മരിച്ചു. മുഖത്തും കൈകാലുകളിലുമൊക്കെ പഴുപ്പ് തിങ്ങിയ മുഴകളും കടുത്ത പനിയുമൊക്കെ ഇതുമൂലം ഉടലെടുത്തു. മംഗോൾ സേനയിൽ ഒട്ടേറെ പേർ ഈ പ്ലേഗ് ബാധ മൂലം മരിച്ചിരുന്നു. 2-ാം തവണ കാഫ നഗരം വളഞ്ഞപ്പോൾ മംഗോളുകൾ ഈ മൃതദേഹങ്ങൾ കോട്ട കെട്ടിയ നഗരത്തിനുള്ളിലേക്ക് എറിഞ്ഞു. രാക്ഷസ കവടകൾ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇത്. ഇതോടെ പ്ലേഗ് കാഫയിലുമെത്തി. നിരവധി പേർക്ക് രോഗബാധ ഉടലെടുത്തു. പിന്നീട് കാഫയിൽ നിന്ന് യൂറോപ്പിലേക്കും വ്യാപാര നീക്കങ്ങളുടെ ഭാഗമായി പ്ലേഗ് എത്തി. യൂറോപ്പ് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ രോഗ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ബ്ലാക്ക് ഡെത്ത്. 7.5 കോടിയോളം ആളുകൾ ഇതിന്റെ ഫലമായി കൊല്ലപ്പെട്ടു. ചരിത്രപരമായ രേഖപ്പെടുത്തലുണ്ടെങ്കിലും ഈ കഥ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ശാസ്ത്രജ്ഞർ ഒരുക്കമായിരുന്നില്ല. കപ്പലുകളിലുള്ള എലികൾ വഴിയൊക്കെയും യൂറോപ്പിൽ രോഗബാധ എത്തിയിരിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം റഷ്യയും യുക്രൈനുമാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അറുതിയില്ലാതെ തുടരുമ്പോൾ ലോകവും ആശങ്കയിലാണ്. കിഴക്കൻ യൂറോപ്പിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന നിലയിലല്ല, അപ്പുറത്ത് വൻ ശക്തിയായ റഷ്യയുള്ളതിനാൽ ഈ യുദ്ധം പരിണമിച്ച് ഒരു ആഗോള പ്രശ്നമായി മാറുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ആശങ്ക.